ഹലോ, അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വോക്കിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് കമൻറ്റ് ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സിൽ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. 5 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ നെക്ക് പോർഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൈ അടിച്ചിട്ടില്ല, കൈ അറ്റാച്ച് ചെയ്തിട്ടില്ല. കൈ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വെട്ടി വാങ്ങിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നീട് നമ്മൾ ഇങ്ങനെ ഈ ചെയ്യുന്ന മെത്തേഡിൽ, അതായത് നമ്മൾ തച്ചതിനെ ഫ്രെയിമിലിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും കഴുത്ത് നമ്മൾ നോർമലി എടുക്കുന്നതിനേക്കാൾ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ കുറച്ച് വേണം വെട്ടി തെക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇത് ഫ്രെയിമിലിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ കൈയുടെ 2 പോർഷനിലും കുറച്ച് നീളമുള്ള തുണി വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വോക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതായത് ഞാനിപ്പോൾ ഒരു നമ്മുടെ സ്കെയിലില്ലേ, നോർമൽ സ്കെയിൽ വെച്ചിട്ട് 1 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് ഈ ഒരു നെക്കാണ് വരച്ചിട്ടുള്ളത്. അത് നിങ്ങൾ വരയ്ക്കുക 1 ഇഞ്ചിൻ്റെ ഇതിൽ. എന്നിട്ട് ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലുള്ളത് വൈറ്റാണ്. അപ്പോൾ വൈറ്റിലിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബ്ലാക്ക് പെൻ യൂസ് ചെയ്ത്, സ്പ്രെഡ് ചെയ്യാത്ത ബ്ലാക്ക് പെന്നാണ് കേട്ടോ. അത് വെച്ച് ഞാനിതിപ്പോൾ 2 സൈഡിലും ബോത്ത് സൈഡ്സിൽ ഞാൻ വർക്ക് ഡിസൈൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ എളുപ്പമല്ലേ, ജസ്റ്റ് ഒന്ന് വരയ്ക്കുക, ആ ഒരു ഡിസൈൻ അങ്ങ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ട്രേസ് ചെയ്യണമെങ്കിൽ ഒരു പേപ്പറിൽ ഇതേപോലെ കഴുത്തകലമൊക്കെ വെച്ച് ട്രേസ് ചെയ്തും നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ സെറി ത്രെഡാണ് എടുത്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് പ്രീവിയസ് വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നൈലോൺ ത്രെഡ്. അപ്പോൾ തേക്കാത്ത തുണികളിൽ നൈലോൺ ത്രെഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, തേക്കുന്ന തുണികളിലൊക്കെ അത് ഉപയോഗിക്കരുത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കട്ടിയുള്ളതാണ് നമ്മുടെ സെറി ത്രെഡ്. അപ്പോൾ ഞാൻ സെറി ത്രെഡാണ് കേട്ടോ ഇതിലെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് കുഞ്ഞു കട്ട് ബീഡ്സാണ്, മൈന്യൂട്ട് കട്ട് ബീഡ്സാണ്. ഇത് ആരി നീഡിൽ കയറുള്ളൂ, മറ്റതിൽ നമ്മളെല്ലാ സൂചിയും കയറില്ല. ചില സൈസുകൾ മാത്രം 12ഓ 14ഓ കൊണ്ടൊക്കെ കയറുള്ളൂ. ഇനി നിങ്ങളോട് അടുത്ത് പറയാനുള്ളത്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബീഡ്സ് വർക്ക് ചെയ്യുന്ന ആരി നീഡിൽ തന്നെയാണ്. പക്ഷേ ഇതിൽ കണ്ടോ, ഞാൻ ഓരോന്നായിട്ടാണ് കുത്തി എടുക്കുന്നത്. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ചുകൂടെ പ്രാക്ടീസ് ഉള്ളവർ കുറച്ചും കൂടെ നീളമുള്ള ആരി നീഡിൽ കിട്ടും ബീഡ് വർക്ക് ചെയ്യുന്നത്, അതെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട് ബീഡ്സ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇടുന്നു, താഴോട്ട് കുത്തുന്നു, നൂല് മുകളിലോട്ട് വലിച്ചെടുക്കുന്നു. ഇതേ പാറ്റേണിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ചെയിൻ സ്റ്റിച്ച് ഇടുന്നത് പോലെ ബീഡ്സ് വെച്ച് ഇങ്ങോട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ആ ലൈൻസിൽ മൊത്തം. ഓക്കെ, അപ്പോൾ ആ ലൈൻസിൽ മൊത്തം, അതായത് ഈ നമ്മൾ ആദ്യം കണ്ടില്ലേ, ഞാൻ 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലിട്ട് വരച്ച അതിൽ കൂടെ ചെയ്ത് കൊടുക്കുക, ആ ഷേപ്പിൽ ചെയ്യുക. അപ്പോൾ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് സ്ലോലി കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിന് ഒരു 700 ഒക്കെ വാങ്ങിക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ സ്പ്രെഡിങ് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് സ്പ്രെഡിങ് കൂടെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ പലരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ പകുതിയും ലൈക്ക് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല, കമൻറ്റ് പോലും ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടണേ. പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കട്ട് ബീഡ്സിൽ ഫ്ലവർ ഡിസൈൻ ചെയ്യുന്നത് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഞാനിവിടെ താഴ്ന്ന് മുകളിലോട്ട് വലിച്ചെടുക്കുന്നു. അതിനുശേഷം ഞാൻ നമുക്കൊരു 3 കട്ട് ബീഡ്, അല്ലെങ്കിൽ മാക്സിമം 3, ആദ്യം എടുക്കുന്ന സമയത്ത് ഒരു 3 കട്ട് ബീഡ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ലൈനിൻ്റെ കുറച്ച് ഇങ്ങോട്ട് ഒരു സ്ലോപ്പ് കൊടുത്ത് താഴ്ന്ന് എടുക്കുക. എന്നിട്ട് അടുത്തൂടെ ഒരു കുഞ്ഞ് ലോക്ക് സ്റ്റിച്ച് കൂടെ ഇട്ടു. ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിനെ വലിച്ച് നേരെ നമ്മൾ ആദ്യം കൊണ്ടുപോയില്ലേ അവിടെ വെക്കുകയാണ്. അവിടെ വെച്ചിട്ടതിന് ശേഷം നമ്മളൊരു 4 ബീഡ്സ് എടുക്കാം. 4 അല്ലെങ്കിൽ അഗെയിൻ നിങ്ങൾക്ക് 3, അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ലീവ്സ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 ബീഡ്സ് വീണ്ടും കോർത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഇവിടെ 4 എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് അഗെയിൻ കുത്തുന്നു. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, കണ്ടോ. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ എടുത്തില്ലേ, എപ്പോഴും രണ്ടാമത്തെ ബീഡിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ഇടുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്കിത് സ്ലോലി നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു ഷോർട്സ് എന്തെങ്കിലും ഇടാം കേട്ടോ, ലീവ്സ് ചെയ്യുന്നതിൻ്റെ.
അങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ലോക്ക് സ്റ്റിച്ച് ഇടുന്നു. ലോക്ക് സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങളൊരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ 2 സൈഡ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ലീവ്സ് ചെയ്യുന്നു. ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ ചെയ്യുവാണ്. ഇനി ഞാനിതിൽ റെഡ് കളറിലെ കുന്തൻ സ്റ്റോൺ കൂടെ വെച്ചിട്ടുണ്ട്. ആ ഫ്ലവറിൻ്റെ ആ ഒരു സൺ പോലെ വരച്ചിട്ടില്ലേ, അവിടെ ഒരു ചെയിൻ ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇങ്ങനെ നമ്മൾ ഫുള്ള് ചെയ്യുക. ഇനി നമ്മളിത് ഫ്രെയിമിൽ നിന്ന് അഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് ഇങ്ങനെയായിരിക്കും. ഒരു വൃത്തിക്കുറവോ ഒന്നുമില്ല, നമ്മൾ കൂടുതൽ തയ്യലുകളൊന്നും വരുന്നില്ല. അങ്ങനെയാണ്. ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ സണ്ണിൻ്റെ അവിടെ വരുന്നതും, അപ്പോൾ ആ സണ്ണിൻ്റെ അവിടെ വരുന്ന ആ സൺ പോലെ വരച്ചിട്ടില്ല, അത് സണ്ണല്ല കേട്ടോ, അത് ഫ്ലവറാണ്. അവിടെയും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ലീവ്സ് ഡിസൈൻ കൊടുത്തിട്ട് ഞാനൊരു കുഞ്ഞു കുന്തൻ സ്റ്റോണാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഉറപ്പായിട്ടും ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ത് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ഇടണേ.